അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴം കൊണ്ടുള്ള ഐറ്റമാണ്. രാവിലത്തെ ചായൻ്റെ കൂടെയും വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഐറ്റമാണ്. നമുക്കിതെങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ 2 നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 നേന്ത്രപ്പഴം ചെറുതായി 4 വരണിട്ട് ചെറുതായി അരിയിടുക. ഇനി ഈ അരിഞ്ഞു വെച്ച പഴം ഒരു ഫ്രൈ പാനിൽ സൺഫ്ലവർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ണൂരിൽ ഇതൊക്കെ ഒരു പുതിയാപ്പിള ഐറ്റംസിലും വരും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഐറ്റമാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഹാർഡായിട്ട് ഫ്രൈ ആവരുത്, ഇതുപോലൊരു പരുവത്തിലായാൽ അതൊന്ന് വറുത്ത് കോരിയെടുക്കുക. അതിനുശേഷം ഒരു സോസ് പാനിൽ ഒരു 2 സ്പൂൺ ഗീ യൂസ് ചെയ്യുക. അതിലേക്ക് കാഷ്യും കിസ്മിസൊക്കെ ഒന്ന് വറുക്കുക കേട്ടോ. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല, എൻ്റെ കുട്ടികൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. അതിലേക്ക് ഈ വറുത്ത് വെച്ച പഴം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങും കേട്ടോ. ഗീയിൽ ഈ പഴം ചേരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണാണ് പഞ്ചസാര യൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു പഴുത്ത പഴമാണെങ്കിൽ 1 സ്പൂൺ ആ ലെവലിൽ മതി, അല്ലെങ്കിൽ തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുക കേട്ടോ. അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കായുടെ പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ബ്രൗണിഷ് കളറായി തുടങ്ങിയാൽ 2 മുട്ട അതിലേക്ക് ഉടച്ച് വയ്ക്കുക. അതങ്ങനെ 2 സെക്കൻഡ് വെച്ചതിന് ശേഷം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ മുട്ട ഒന്ന് ഇതായിട്ടൊന്ന് വറന്ന് വരും. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇടയ്ക്ക് ഇങ്ങനെ പഴം കഴിക്കുമ്പോൾ മുട്ട കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ സംഭവം റെഡിയാണ്. വെരി സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.